all, this is Cock. Kerala Crime Files Season 2. The Search for CPO Ambali Raju. ഹോട്ട്സ്റ്റാറിലാണ് ഇതിൻ്റെ സീസൺ 1. കേരള ക്രൈം ഫയൽസിൻ്റെ സീസൺ 1 മിക്കവാറും കണ്ടു കാണും. ജുവർഗീസും അതുപോലെ തന്നെ താടിലാലൊക്കെ അഭിനയിച്ചത് അതൊരു ഗംഭീര സാധനമായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ ദിസ് വൺ ഓൾസോ കഴിഞ്ഞ സീസണിൻ്റെ സെയിം ഡയറക്ടറാണ് അഹമ്മദ് കബീർ. പാവം പടങ്ങളായിട്ടുള്ള ജൂൺ അതുപോലെ തന്നെ മധുരം ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഈ സീരീസിലേക്ക് വരുന്ന സമയത്ത് ക്രൈമാണ് പരിപാടി, അപ്പം വയലൻസും പരിപാടികൾ കാണുമല്ലോ. അതുപോലെ ബാഹുൽ രമേശ് എന്ന് പറഞ്ഞാൽ ദ റൈറ്റർ ഓഫ് കിഷ്കിന്ധാ കാണ്ഡം. അതിലും വലുതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ടെക്നിക്കൽ ടീം സെയിം ആണ്. കഴിഞ്ഞ സീസണിൽ തന്നെ ജിതിൻ സ്റ്റാൻസ്ലവസ് ആണ് DOP, മഹേഷ് ഭൂനാനന്ദ് എഡിറ്റർ. കിടിലം വോക്കാണ്. കാരണം ഇത് 4K ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും വോക്കിൻ്റെ ക്വാളിറ്റി. ഹൈഷാം അബ്ദുൽ വഹാബ് സ്കോർ ചെയ്തിരിക്കുന്നത് കിടിലം വോക്ക്. അദ്ദേഹത്തിൻ്റെ ചില ബീറ്റ് പരിപാടികളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു യുണീക്ക് സ്റ്റൈൽ ഓഫ് സ്കോറിംഗ് ഉണ്ട്. ഒട്ടനീളം അദ്ദേഹം എലവേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇമോഷണൽ സീൻസിലൊക്കെ ഗംഭീര സ്കോറിംഗ് ആണ്. 6 എപ്പിസോഡ്സാണ് ഉള്ളത്. എപ്പിസോഡ് വൈസ് തന്നെ പറയാം. എപ്പിസോഡ് 1 ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാണ്, ഇതിൻ്റെ ഒരു ബേസ് സെറ്റ് ചെയ്യാണ്. മ്യൂസിയത്തിൽ ഇത് കേരളത്തിലെ പല സ്ഥലങ്ങളുണ്ട്. ട്രിവാൻഡ്രം, കൊട്ടാരക്കര, ആലപ്പുഴ, ആലുവ എന്നെല്ലാം പറഞ്ഞിട്ട് പല സ്ഥലമുണ്ട്. അപ്പോൾ ഇതിൽ മ്യൂസിയം, അവിടെ ഒരു കൊള്ളയടി നടക്കുന്നു, ഒരു റോബറി. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ബേസിക്കലി ഡോഗ്സിന് അത്രയും ഇമോഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ്. ആവറി ഡോഗ് ലവർ മസ്റ്റ് വാച്ച്. നിങ്ങൾ കണ്ണു നനയും അതുപോലത്തെ ഒരു സാധനമാണ്. പറഞ്ഞു വന്നത് മ്യൂസിയത്തിൽ കൊള്ളയടി നടക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഈ പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടർ അമ്പിളിയായിട്ട് അഭിനയിച്ചിട്ട് ഇന്ദ്രൻസാണ്. ഗംഭീര പെർഫോമൻസ്. അദ്ദേഹം ഒരു ക്യാരക്ടർ ആ രീതിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം അദ്ദേഹം അറിയാലോ, അങ്ങനെ ഒരു ഫിസിക്കൽ ആളോ ഒന്നുമല്ലോ, സാധാരണക്കാരൻ അത്രയും ഡെപ്തുള്ള ക്യാരക്ടർ, അത്രയും റേഞ്ചുള്ള ഒരു പവർഫുൾ ഇൻ ദ സെൻസ് വലിയ നൊട്ടോറിയസ് ആയിട്ടുള്ള ആളല്ല, അത്രയും കണക്ഷൻസ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അതിന് അന്യായ സാറ്റിസ്ഫാക്ഷനാണ്. ഗംഭീരമായിട്ട് ഇന്ദ്രൻസ് അത് ചെയ്തിട്ടുണ്ട്. അർജുൻ രാധാകൃഷ്ണൻ, നമ്മുടെ ഇതിലെ വില്ലൻ, കണ്ണൂർ സ്കോഡിലെ വില്ലൻ, ഉള്ളൊഴുക്കിലൊക്കെ ഉള്ള അദ്ദേഹമാണ് ഇതിലെ ലീഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. പുള്ളിയുടെ ബോഡി ലാംഗ്വേജ്, പുള്ളി കളക്ടറായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് വിനായകൻ്റെ പടത്തിൽ. അപ്പോൾ പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് കറക്റ്റ്. പുള്ളിയുടെ സ്പോർട്സ്മാൻ കൂടിയാണ്, വോളിബോൾ പ്ലെയറാണ്. അപ്പോൾ ഗംഭീര പെർഫോമൻസ് ആണ് പുള്ളി ഇത് നടത്തിയിരിക്കുന്നത്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഫസ്റ്റ് എപ്പിസോഡിൽ വരുന്നത്. നൂറിൻ ഷെരീഫ്. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടാണ് അർജുൻ രാധാകൃഷ്ണൻ്റെ. അവരും ഒരു ഡോഗ് ലവറാണ്. നൂറിന് മേക്കപ്പ് ഒന്നും ഇല്ലാതെ വളരെ ഒരു സാധാ ഒരു വീട്ടിൽ നമ്മളൊരാളെ കാണുമല്ലേ, ശരിക്കും നേരിട്ട് കാണുമല്ലേ, വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. കറക്റ്റ് നാച്ചുറലായിട്ട് നൂറിൻ അത് ചെയ്തിട്ടുണ്ട്. ലാൽ, ഓഫ് കോഴ്സ് താടിയില്ലാൽ. അദ്ദേഹത്തിന് താടിയില്ല. ഇതിൽ പോലീസ് ഓഫീസറാണ്. ലാസ്റ്റ് സീസണിലെ സെയിം ക്യാരക്ടർ തന്നെ. അതിൽ അദ്ദേഹം ധാരാളമായി തെറിയൊന്നും പറഞ്ഞിട്ടില്ല. 1-2 സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ല സുഖമായിരുന്നു. അങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന സാധനത്തിനുള്ളൊരു സുഖം ഉണ്ടല്ലോ. ഇതിലും അങ്ങനെയല്ല. ഇതിൽ അദ്ദേഹം ഒരുപാട് സീൻസിൽ തെറി പറയേണ്ട, അങ്ങനെ ഭീകരമായ തെറിയൊന്നുമല്ല. പക്ഷേ പുള്ളി സാധാരണ പറയുന്നത് മനസ്സിലാവാറില്ലല്ലോ ഡയലോഗ്സ് ഒന്നും. പക്ഷേ ഇതിൽ തെറി പറയുന്നതൊക്കെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാവുന്നുണ്ട്. പിന്നെ രഞ്ജിത്ത് ശേഖർ ചെയ്തിട്ടുള്ളൊരു കഥാപാത്രം, പുള്ളി നൈസായിരുന്നു കേട്ടോ. പുള്ളിയുടെ ചില കൗണ്ടറും ചില ടൈമിംഗ് ഒക്കെ വളരെ നൈസായിരുന്നു. പിന്നെ നവാസ് പള്ളിക്കുന്ന്, ഇവരൊക്കെ പോലീസുകാർ തന്നെ. അപ്പം അങ്ങനെ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാണ്. ഒരു ക്ലൂ നമുക്ക് കിട്ടില്ല വാട്ട്സ് ഹാപ്പനിങ്. കാരണം കുറേ സ്ഥലത്ത് കുറേ സംഭവങ്ങൾ നടക്കുന്നു. പിന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരിക എന്നുള്ളതാണല്ലോ. എപ്പിസോഡ് 2, സെക്കൻഡ് എപ്പിസോഡിൽ ദ സെർച്ച് ഫോർ CPO അമ്പിളി രാജു. ഇന്ദ്രൻസിനെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അതാണ്. പിന്നെ ഇൻവെസ്റ്റിഗേഷനാണ്. കാര്യമായുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ഒന്നുമില്ല. പിന്നെ ജിയോ ബേബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ജിയോ ബേബി അന്യ ആക്ടിങ് കേട്ടോ. ഒരു സീനിൽ ശരിക്കും പുള്ളിയുടെ ആ ഒരു പല സീൻസിലും ഭയങ്കര ഇൻറ്റൻസ് ആക്ടിങ് ജിയോ ബേബി. അതുപോലെ ഞെട്ടിച്ചത് ഹരിശ്രീ അശോകൻ. എൻ്റെ പൊന്നോ, അദ്ദേഹത്തിന് ഒരുപാട് സീൻസൊന്നുമില്ല, ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. ഇന്ദ്രൻസിനെ പോലെ തന്നെ ഹരിശ്രീ അശോകനൊക്കെ യൂസ് ചെയ്യേണ്ട പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അന്യ നടന കേട്ടോ. അദ്ദേഹത്തെ പിടിച്ച് ഓരോരോ കോമാളിത്തരം ഒക്കെ സിനിമയെ കാണിപ്പിച്ചിട്ട് ഓരോരോ ഇമോഷണൽ ഡ്രാമ സീനിലേക്ക് ഇട്ട് വലിപ്പിക്കും പോലെയല്ല. കിടിലനായിട്ടുള്ള സീനാണ് അദ്ദേഹം. ഇതിലൊരുപാട് സീൻസ് ഒരു മിന്നായം പോലെ കാണുന്ന സമയത്ത് തന്നെ ഇവരുടെ പെർഫോമൻസിൻ്റെ റേഞ്ച് നമുക്ക് മനസ്സിലാവും. പിന്നെ ഓഫ് കോഴ്സ് കുറേ ഡോഗ്സിനെ ട്രീറ്റ് ചെയ്യുന്ന, കെയർ ചെയ്യുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഡോഗ്സും ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. എപ്പിസോഡ് 3 ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോവാണ്. ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് എനിക്ക് അത്ര ഗംഭീരമായിട്ടും ത്രില്ലിംഗ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒന്നാമത് ഇതിൻ്റെ പരിപാടി പറഞ്ഞാൽ അതല്ല. ഞാൻ പറയാം, ഇൻവെസ്റ്റിഗേഷൻ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നു, അത് ടാക്കിൾ ചെയ്യാൻ നോക്കുന്നു.
അത് അൺടൈ ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ പോകുന്നു. കുറേ ഓഫീസേഴ്സ് അറ്റ് എ ടൈം അന്വേഷിക്കുന്നു. അജു വർഗീസിന് എൻട്രി ഇവിടെയാണ്. കയ്യടിക്കട. കാരണം നമ്മൾ ഒരു സീരീസ് കാണുന്ന സമയത്ത് ലാസ്റ്റ് സീരീസിലുള്ള നായകൻ ഇതിലേക്ക് എൻട്രി ഉണ്ടാകുന്ന സമയത്ത് തിയേറ്ററിലാണ് ഉറപ്പായിട്ടും കൈയുടെ വീഴും. അജു സെയിം ക്യാരക്ടർ കേട്ടോ, സെയിം ബോഡി ലാംഗ്വേജ്. പുള്ളി അത് തന്നെ പിടിച്ചിട്ടുണ്ട്. ഒരു ആൺനോക്കിയുടെ വ്യത്യാസമല്ല. ഗംഭീരമായിട്ട് അജു ഇതിലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഗോസ് ഓൺ. ഈ എപ്പിസോഡിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതിൽ ഒരു തീ പോലത്തെ ഫ്ലാഷ് ബാക്ക്. ഒരു ചെക്കൻ്റെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. അന്യായം. ഒരു ഭയങ്കര ഇൻറ്റൻസ് ഇമോഷണൽ. ചെക്കനും പിന്നെ ഡോഗായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നൊരു എപ്പിസോഡ്. അത് ഗംഭീരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്നു. അപ്പോൾ തന്നെ അത് അവിടെ ഞാൻ പറഞ്ഞത് ഷാമിൻ്റെ സ്കോർ അവിടെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എപ്പിസോഡ് 4 കാര്യമായിട്ട് ഒന്നുമില്ല, മീൻസ് കാര്യമായിട്ട് കോണ്ടന്റ് ഇല്ല എന്നല്ല, ഇൻവെസ്റ്റിഗേഷൻ ഗോയിങ് ഓൺ. അതിലെ കുറേ ടെക്നിക്കാലിറ്റീസ്, CCTV പരിശോധിക്കൽ, ഡോഗ്സിൻ്റെ പുറകെ പോലെ അങ്ങനെയുള്ള പരിപാടികൾക്കാണ്. അത് വേറെ കൂടുതലൊന്നും പറയാനില്ല. എപ്പിസോഡ് 5 ലാസ്റ്റ് 2 എപ്പിസോഡ് ഇതിനകത്ത് ആണ് കളി മാറുന്നത്. അതായത് പിന്നെ ഈ സീരീസിൻ്റെ ഒരു ക്രക്സ് വരുന്ന അവിടെയാണ്, ഇതിൻ്റെ ഇമോഷൻ വരുന്ന അവിടെയാണ്. ഞാൻ പറഞ്ഞില്ല, ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് അങ്ങനെ വലിയ ത്രില്ലിങ് സീറ്റ് അടിച്ച് നമ്മളെ അതുപോലെ സ്കെയറി ആക്കുന്ന അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇറ്റ്സ് എ ജേണി ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ജേണി ഓഫ് ഇമോഷൻസ്. അത് ഗംഭീരമായിട്ട് ഡോഗ്സിൻ്റെ ഇതിലൊരു ഷോട്ടുണ്ട്, കുറേ പട്ടിക്കൂടുകൾ കാണിക്കുന്നത്. പക്ഷേ അത് പട്ടിക്കൂടിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ പോകുന്ന ഷോട്ട്, അതൊക്കെ അവർ അത്രയും ബ്രില്യൻ്റായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എനിക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആയിപ്പോയി സാധനം. അത് കഴിഞ്ഞിട്ട് 6ാമത്തെ എപ്പിസോഡ്. ഇതാണ് ഇതിലെ ഏറ്റവും ബെസ്റ്റും ആൻഡ് ദ ലോങ്ങസ്റ്റ് വൺ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ. അതായത് ഇതിൽ ബ്രില്യൻസ് കൊണ്ടോ അതൊന്നുമല്ല, ഓൾറെഡി നമുക്കറിയാം വാട്ട് ഹാപ്പൻ ടു ദ വിക്ടിംസ്, അതിൻ്റെ റീസണും നമുക്ക് മനസ്സിലാവും. പക്ഷേ അതിനപ്പുറത്തേക്ക് വെൻ വി റിയലൈസ് ദാറ്റ് ദ വില്ലൻ ഈസ് ദ ആക്ച്വൽ ഹീറോ എന്നുള്ള ഒരു റിയലൈസേഷൻ നമുക്ക് ഉണ്ടാകുന്നൊരു ഇമോഷനുണ്ട്. അതോടൊപ്പം ഈ ഡോഗ്സിൻ്റെ കാര്യം ഞാൻ പറയില്ലേ, അങ്ങനെയുള്ളൊരു ഗംഭീരമായ റൈറ്റിങ് ഇദ്ദേഹത്തിൻ്റെ ഈ ബാഹുൽ രമേഷിൻ്റെ റൈറ്റിംഗ്, റൈറ്റിംഗ് കിഷ്കിന്ന് കാണുന്ന പോലെ തന്നെ റൈറ്റിങ്ങിൻ്റെ ഒരു ടഫ്നെസ് കൊണ്ട് ഇമോഷണലി ഹുക്കാക്കിയിട്ട് കിട്ടുന്ന ഒരു കിക്കുണ്ട്. കണ്ണൊക്കെ നിറയും സത്യമായിട്ട്. അങ്ങനത്തെ ഒരു പരിപാടി. ഗംഭീര ആക്ടർ കേട്ടോ, സച്ച് എ ജെം ഓഫ് ആൻ ആക്ടർ. ആര് ഞാൻ പറഞ്ഞ വില്ലൻ അതാരാന്നിപ്പോൾ പറയാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ ബുദ്ധിമുട്ടാവും, സ്പോയിലറാവും. ലാസ്റ്റ് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സ്മൈലുണ്ട്. ഈ അർജുൻ രാധാകൃഷ്ണൻ ഈ പറഞ്ഞ വില്ലനും കൂടെ നടന്നതിനുള്ള സ്മൈലുണ്ട് അവിടെ അവസാനിക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുള്ളാണ് അറിയും. കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞ ആദ്യത്തെ 4 എപ്പിസോഡ്സ് മീഡിയോക്കർ, നത്തിങ് മച്ച്, ഒരു നോർമൽ ഇൻവെസ്റ്റിഗേഷൻ പരിപാടി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ലാസ്റ്റ് 2 എപ്പിസോഡ്സ് കൊണ്ട് സംഭവം വേറെ ലെവൽ എത്തിച്ചു കളഞ്ഞു. വെറ്ററിനറി ഡോക്ടറായിട്ട് അഭിനയിച്ച ഷിബില ഫറ അവരെടുത്ത് പറയാൻ വിട്ടുപോയതാണ്. വെയിറ്റിംഗ് ഫോർ കേരള ക്രൈം ഫയൽസ് സീസൺ 3.